കേരളത്തിലെ പല നഗരങ്ങളിലും ലഹരി മാഫിയ വല്ലാതെ സ്വാധീനം ചെലുത്തുന്നുവെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ലഹരി മാഫിയക്കെതിരായ 24 അന്വേഷണം തുടരുകയാണ്. കൊച്ചിയിൽ ലഹരി ചേർത്തുള്ള ചോക്ലേറ്റ് നിർമ്മാണം തകൃതിയാണ്. ഈ ചോക്ലേറ്റ് നിങ്ങൾക്കറിയാമല്ലോ, ഈ ചോക്ലേറ്റ് ആളുകൾക്ക് കുട്ടികൾക്ക് കൊടുത്തിട്ടാണ് ഈ കുട്ടികളിൽ ലഹരിയോട് താല്പര്യം വരുത്തി ഇത് അവരുടെ വരുതിയിലാക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾക്കിടയിലാണ് ഇത്തരം ചോക്ലേറ്റ് കലർത്തിയ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നത്. അവിടുത്തെ വിതരണവും വിൽപ്പനയും വളരെ കൂടുതലാണെന്നാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ചെട്ടിക്കുന്ന ചില ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഈ ചോക്ലേറ്റിൽ ഈ സാധനങ്ങൾ മിക്സ് ചെയ്യുക, ലഹരി സംഭവങ്ങൾ മിക്സ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇത് കുറച്ച് വ്യാപകമാണെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നത്. 24 എക്സ്ക്ലൂസീവ് വാർത്തയുമായി എസ് ശ്യാംകുമാർ നമുക്കൊപ്പം ചേരുന്നു. ശ്യാമെ, യഥാർത്ഥത്തിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ അതോ തകൃതിയായിട്ടുള്ള ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടോ? പെൺകുട്ടികളെയും ഈ കാപാലികന്മാർ വെറുതെ വിടുന്നില്ല എന്നാണല്ലോ നമുക്ക് ലഭിക്കുന്ന വിവരം. ഗുഡ് മോർണിംഗ്. ഇത് ഒരൊറ്റപ്പെട്ട സംഭവം അല്ല എസ്കെൻ. കാരണം ഇത് ഇപ്പോൾ കൊച്ചി നഗരത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ അന്വേഷണങ്ങളിൽ കൊച്ചി നഗരത്തിൽ പല സ്കൂളുകളിലെയും നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം ലഹരി ചേർത്ത ചോക്ലേറ്റുകൾ സമ്മാനം എന്ന രൂപത്തിൽ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ തുടക്കം ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഈ ഗ്രൂപ്പുകളിലേക്ക് കുട്ടികളെ എത്തിക്കുന്നു. അവർക്ക് സമ്മാനമായിട്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ചോക്ലേറ്റുകൾ, അത് പലതരത്തിലുള്ള ചോക്ലേറ്റുകൾ നൽകുന്നു. ആ ചോക്ലേറ്റുകൾ നൽകുന്നതിന് മുൻപാണ് അതിൽ ലഹരി വസ്തുക്കൾ ചേർക്കുകയും പിന്നീട് അത് നല്ല രീതിയിൽ പൊതിഞ്ഞ് സമ്മാനം എന്ന രൂപത്തിൽ നൽകുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ചോക്ലേറ്റുകൾ തയ്യാറാക്കി പൊതിഞ്ഞ് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത്തരം ദൃശ്യങ്ങൾ ഈ ആളുകൾ ഉൾപ്പെട്ട, ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉൾപ്പെട്ട ഗ്രൂപ്പുകളിൽ തന്നെയാണ് ഇവർ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ചില ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെയുണ്ട്. നിനക്കിന്ന് പുതുതായിട്ട് ആരെയെങ്കിലും കിട്ടിയോ എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെയാണ് ഈ കുട്ടികൾ പരസ്പരം ചോദിക്കുന്നത്. അത് പുതിയ ഇരകളെ കിട്ടിയോ എന്നുള്ളതാണ് ആ ചോദ്യം. ഇങ്ങനെ ചോക്ലേറ്റ് നൽകി ഇവരുടെ വശത്താക്കുന്ന പെൺകുട്ടികളെയാണ് ഇവർ പല രീതിയിൽ ഉപദ്രവിക്കുന്നത്. ഇന്നലെ നമ്മൾ അത്തരത്തിലൊരു ഉപദ്രവിക്കപ്പെട്ട ഒരു വാർത്ത പങ്കുവച്ചിരുന്നു. നിരവധി കുട്ടികൾക്ക് ഇത്തരത്തിൽ കൊച്ചി നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾക്ക് ഇത്തരത്തിൽ ലഹരി വസ്തുക്കളും പെൺകുട്ടികൾക്ക് ഇത്തരത്തിൽ ചോക്ലേറ്റുകളും ഒക്കെ നൽകി സംഘത്തിൻ്റെ ഭാഗമാക്കുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന വസ്തുതയാണ്. പിന്നീട് അഭിമാനിക്കാൻ എന്ന രീതിയിൽ ഈ ലഹരികൾ ഉപയോഗിക്കുന്നതിൻ്റെ വീഡിയോകൾ, അവർ ഒത്തുചേർന്ന് ഉപയോഗിക്കുന്നതിൻ്റെ വീഡിയോകൾ ഇവരുടെ ഗ്രൂപ്പുകൾ ഉൾപ്പെടെ പങ്കുവെക്കുകയും മറ്റുള്ളവരെ അതിന് ക്ഷണിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. സ്കെയിൻ, ഈ കുട്ടികൾ ഇപ്പോഴും കൊച്ചി നഗരത്തിലെ സ്കൂളുകളിൽ പഠിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് വലിയ ഭീഷണി തന്നെയാണ്. അവർക്കെതിരായിട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തത് ഇവരെല്ലാം മൈനറാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പോലീസിനും ഇക്കാര്യം അറിയാം. പക്ഷേ ഈ ദൃശ്യങ്ങൾ ഒരുപക്ഷെ പോലീസ് ഇതുവരെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ കൊച്ചി നഗരത്തിലെ കുട്ടികൾ ലഹരി ഉപയോഗിക്കാനായിട്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ തന്നെ പ്രായപൂർത്തിയാകാത്തവർക്ക് നൽകുന്നതിന് വേണ്ടി തയ്യാറാക്കുന്നതും ഉപയോഗിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് എസ്കെൻ നമ്മളിപ്പോൾ ഈ പുറത്തുവിടുന്നത്. അതും അവരുടെ ഗ്രൂപ്പുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ശ്യാംകുമാർ, എന്തായാലും വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ഓരോ ഇരയെ അന്വേഷിച്ച് നടക്കുകയാണ് ഈ മയക്കുമരുന്ന് മാഫിയ സംഘവുമായി ബന്ധമുള്ള കുട്ടികളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.